പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ യെസ്, നമ്മുടെ സ്വർണ്ണവർഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം വേറൊന്നുമല്ല, സ്വർണ്ണമാണ് ഇവിടെ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്, അല്ലേ? സ്വർണ്ണവർഷം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ. അപ്പോൾ പ്രോഗ്രാം എന്താണ് എന്ന് ഇതുവരെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു സൺഡേ നിങ്ങൾക്ക് സ്വർണം വിൻ ചെയ്യാനുള്ള അവസരമാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് ഇങ്ങോട്ട് വിളിക്കുക. ഈ കാണുന്ന ബോക്സുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യുക, എന്നോട് പറയുക. ഞാൻ ചെന്ന് തുറന്നു നോക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. അതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർണ്ണത്തെ പറ്റി പറഞ്ഞപ്പോൾ ശരിക്കും സ്വർണ്ണം ഇഷ്ടപ്പെടുന്നവർ, സ്വർണ്ണം വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ദിവസം വരുന്നുണ്ടല്ലോ. ഏതാണ്? April 30th അല്ലേ? ബുധനാഴ്ച അക്ഷയ തൃതീയയാണ്. അപ്പോൾ അക്ഷയ തൃതീയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ പറയുന്ന പോലെ സ്വർണ്ണം ഇഷ്ടപ്പെടുന്നവർ വാങ്ങാൻ പോകുന്നുണ്ടാവും. എന്താ, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പോകുന്നുണ്ടാവും. നല്ലൊരു ഐശ്വര്യമാണ് അന്നത്തെ ദിവസം വാങ്ങിച്ചാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് മറ്റാരും അല്ല, പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ ബ്രാഞ്ച് മാനേജറായ മിസ്റ്റർ ജോയ് അഗസ്റ്റിൻ ആണ്. വെൽക്കം ടു ദി ഷോ സർ. നമസ്കാരം. അപ്പോൾ ശരിക്കും ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അക്ഷയ തൃതീയയ്ക്ക് ഗോൾഡ് വാങ്ങുക നല്ലതാണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റി ഒന്ന് പറയാമോ? അത് പഴയ കാലങ്ങളിൽ തൊട്ട് അക്ഷയ തൃതീയയ്ക്ക് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താലും അത് നല്ല ഫലദായകമാണെന്നുള്ളൊരു വിശ്വാസം. അത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം 100% ശരിയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അക്ഷയ തൃതീയയ്ക്ക് ഏകദേശം എനിക്ക് 6700 രൂപ അത്ര റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സ്വർണ്ണ വില 9000 രൂപയായി. 9000 രൂപ അത്ര മാത്രം. സ്വർണ്ണത്തിൽ നമ്മൾ നിക്ഷേപം ഒരിക്കലും നഷ്ടമല്ല, നമുക്ക് നല്ലതേ തരുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. യെസ്, നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൽ എന്തൊക്കെ ഓഫേഴ്സാണ് ഇപ്പോൾ നടക്കുന്നത്? നമ്മൾ അക്ഷയ തൃതീയയ്ക്ക് വേണ്ടി April 30, May 1 2 ദിവസം നല്ല ഓഫറുകളുണ്ട്. നമ്മൾ സ്വർണ്ണാഭരണങ്ങൾക്കെല്ലാം പണിക്കൂലി 25% ആണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട്സിന് ക്യാരറ്റിന് 10,000 ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടി നമ്മളൊരു പ്രത്യേക ഓഫർ കൊടുത്തിട്ടുണ്ട്. അതായത് 10 പവന് മുകളിൽ വരുന്ന എല്ലാ വെഡ്ഡിങ് പർച്ചേസും നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും ഒരു പ്രത്യേകത പറയുന്നത് ഗോൾഡ് കോയിൻസ് ആണ്. അന്ന് സേവിങ്സിന് വേണ്ടി സ്വർണ്ണം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗോൾഡ് കോയിൻ മേടിക്കാം, അതിന് പണിക്കൂലിയേ ഇല്ല. ഓ, അടിപൊളി. ഒരുപാട് ഓഫേഴ്സ് അപ്പോൾ അക്ഷയ തൃതീയയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പ്ലാറ്റിനത്തിന് പ്രത്യേക ഓഫർ കൊടുക്കുന്നുണ്ട്, 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. സിൽവറിനും അതുപോലെ സ്പെഷ്യൽ ഓഫറുകളൊക്കെ. യെസ്, അടിപൊളി അല്ലേ? അപ്പോൾ സ്വർണ്ണം നോക്കിയിരിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ സ്വർണ്ണമഹൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം അത്രയും അധികം ഓഫേഴ്സ് അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ, ഇത്രയും അധികം ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പം എല്ലാവരും സ്നേഹപൂർവ്വം അക്ഷയ തൃതീയ ആഘോഷവേളയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. താങ്ക് യു. അപ്പോൾ എന്തൊക്കെയാണ് സ്വർണ്ണമായിട്ട് റിലേറ്റ് ചെയ്ത വിശേഷങ്ങൾ സ്വർണ്ണമഹലിൽ എന്നുള്ള കാര്യം അറിഞ്ഞല്ലോ. അപ്പോൾ അക്ഷയ തൃതീയയ്ക്ക് മറക്കണ്ട സ്വർണ്ണം വാങ്ങാൻ. എന്തായാലും അതിനോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഓർണമെൻറ്റ്സ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു നെക്ലസ് ആണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇയറിംഗ് ആണ് എന്നുണ്ടെങ്കിലും, ഈ കാണുന്ന ബാംഗിൾസ് ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നുള്ളതാണ്. ബാംഗിളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിളാണ്. അതുപോലെ ഈ ഒരു സെറ്റൊക്കെ അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. പ്രോഗ്രാമിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ നമ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നമ്പർ ചൂസ് ചെയ്യുക. അതിൽ ഗോൾഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. അതാണ് നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാൻ പറ്റും. 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും അയക്കുക. അപ്പോൾ ഈ വാട്സപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ലാസ്റ്റ് മാത്രമേ നിങ്ങൾക്കത് നമുക്കതിൽ വിന്നറിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും കോള് തന്നെയാണ്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളറിലോട്ട് നമുക്ക് കിടക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്?
ദേവനന്ദ. ദേവനന്ദ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ദേവനന്ദയാണോ? ആ. യെസ്, ദേവനന്ദ സുഖമായിട്ടിരിക്കുന്നോ? എവിടുന്നാ വിളിക്കുന്നത് ദേവനന്ദ? എറണാകുളം. എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ ദേവനന്ദ? 8-ലോട്ടായി. 8-ലോട്ടായി. 8ാം ക്ലാസ് ആയല്ലേ? എൻ്റെ ഒരു ഓർമ്മയിൽ കുറച്ചുകൂടെ ചെറിയ ദേവനന്ദയായിരുന്നു. യെസ്, 7ാം ക്ലാസ് ആയിരുന്നല്ലോ, ഇനിയിപ്പോൾ 8ലല്ലേ? ഓക്കെ, വെക്കേഷൻ എന്താ പരിപാടി? അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നുമില്ല, ഒരു പരിപാടിയില്ലേ? വെക്കേഷൻ ക്ലാസ്സിന് വല്ലതും ചേർന്നോ? ആ, ഡാൻസിന് ചേർന്നു. ഡാൻസിന് ചേർന്നു. ഏത് ഡാൻസിനാ ചേർന്നേ? ഭരതനാട്യം. ഭരതനാട്യം. അപ്പൊ വെക്കേഷന് മാത്രമേ ഉള്ളൂ അതോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പോവോ? കണ്ടിന്യൂസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പോവും. അപ്പൊ ഇപ്പോഴാ ചേർന്നേ അല്ലേ? ഇല്ല, കുറെ ആയി ചേർന്നിട്ട്. കുറെ ആയി ചേർന്നിട്ട് ഡാൻസിന് പോകുന്നുണ്ട് അല്ലേ? ആ. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ ദേവനന്ദ? 16. 6060 ആണോ 1616? 1616 ആണ് ദേവനന്ദ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കോളർ ആണ്. അപ്പോൾ ഫസ്റ്റ് കോളറിന് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ടോ 16-ൽ? അയ്യോ ഇല്ലല്ലോ. അടുത്ത തവണ വീണ്ടും വിളിക്കാം. അതാണ് സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ ടാറ്റാ, ബൈ. ഓക്കെ, ദേവനന്ദയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല, സാരമില്ല, ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വാട്സപ്പിൽ വായിക്കാൻ മറക്കരുത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് നമുക്ക് പോവാം. ഹലോ 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 പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? രവീന്ദ്രൻ. ഓക്കെ ഓക്കെ. എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളത്ത് നിന്നാണ്. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ വക്കീൽ കുമ്പസനായിട്ട് വർക്ക് ചെയ്യുന്നു. ആഹാ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ? ഓക്കെ ഓക്കെ. രവീന്ദ്രൻ, ഹലോ. ആ, ഓക്കെ. എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ? ആരൊക്കെയാണുള്ളത് വീട്ടില്? വീട്ടില് വൈഫ്, മോന്റെ വൈഫ്. ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. മോന്റെ വൈഫൊക്കെ ആയല്ലേ? അത്രയും വലുതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഏതാണ് നമ്പർ? 37 അല്ലേ? 37 പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? മകന്റെ വൈഫ് പറഞ്ഞു, അതെടുത്തു അല്ലേ? ഓക്കെ, 37 നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. സോ 37-ൽ ഗോൾഡ് ഇല്ല, രവീന്ദ്രൻ ചേട്ടനും കിട്ടിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ആരാ വിളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ആരാണിത്? സൗപർണിക. എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലത്ത് നിന്നാണ്. എന്താ ചെയ്യുന്നേ? ഞാൻ പഠിക്കുക, BCA പഠിക്കുവാണല്ലേ? ഓക്കെ. സിബ്ലിങ്സ് ഒക്കെ ഉണ്ടോ? ചേട്ടനുണ്ട്. ഓക്കെ. ചേട്ടൻ എന്താ ചെയ്യുന്നേ? ചേട്ടൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ. അവിടെ തന്നെയാണോ സ്ഥലം? കൊല്ലത്ത് തന്നെയാണോ? അല്ല, എറണാകുളമാണ്. എപ്പോഴൊക്കെയാ വരുന്നേ ചേട്ടൻ? ചേട്ടൻ ഇപ്പൊ ഉണ്ട്. ഇന്ന് പോണം. എല്ലാ വീക്കെൻഡിലും വരും? വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാ നമ്പർ സെലക്ട് ചെയ്തേ? നമ്പർ 16. ഓക്കെ, 16 പോയി. ഫസ്റ്റ് കോളർ പറഞ്ഞ 16 ആണ്. 16-ൽ ഗോൾഡ് ഇല്ലായിരുന്നു. 16 ക്ലോസ് ചെയ്തു. വേറെ ഏതാണ് നമ്പർ? 15. ഓക്കെ, നോക്കാം. യെസ്, 16 15നോടൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു. അടുത്തൊന്നും വിടുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. 15 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ടാറ്റാ. ഓക്കെ, അപ്പം നമ്മുടെ മൂന്നാമത്തെ കോളറിനും കിട്ടിയിട്ടില്ല. സാരമില്ല അല്ലേ? ഇത്രയും അധികം ബോക്സസ് ഉണ്ട് അല്ലേ? ഇതിൽ എവിടെയെങ്കിലുമൊക്കെയാണ് ഗോൾഡ് ഉള്ളത്. നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഒന്ന് പതിയെ ചിന്തിച്ചൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ നാവിൻ തുമ്പത്താണ് സ്വർണം എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ പൊത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഗായത്രി. എവിടുന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കര. എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേട്ടനും 2 മക്കളുണ്ട്. മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മക്കളൊക്കെ ഒന്നും ആയില്ല, ജോലിയൊന്നും ആയില്ല. പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഏതാ നമ്പർ ചേച്ചി? 48. ചേച്ചിക്ക് ഗോൾഡ് ഒക്കെ ഇഷ്ടമാണോ? ആണ്. വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടോ അക്ഷയ തൃതീയക്ക്?
ഞാൻ പ്ലാനൊന്നും ഇല്ല. പ്ലാൻ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. 48 ഇത്തവണ ഗോൾഡ് നമുക്ക് കിട്ടുമോ നോക്കാം. ഗോൾഡ് ഉണ്ടോ? 48 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ ചേച്ചി. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് ടൈം കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ. ചേച്ചി പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം, ഒരു ട്രൈയും കൂടെ നടത്താം. നിങ്ങൾക്ക് വാട്സപ്പിലും കൂടെ അയക്കാം. 8081114443 എന്ന നമ്പറിൽ വാട്സപ്പിലോട്ട് ഒരു നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കാം കേട്ടോ. അതുപോലെ തന്നെ 12:45 വരെ മാത്രമേ വാട്സപ്പിൽ ടൈമും ഉള്ളൂ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? പുഷ്പകുമാരി. പുഷ്പകുമാരി ചേച്ചിക്ക് സുഖമാണോ? അതെ. എവിടെയായിരുന്നു സ്ഥലം ചേച്ചി? കണിയാപുരം. കണിയാപുരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ചേച്ചി ഒരു തവണ ഗോൾഡ് അടിച്ച ചേച്ചിയല്ലേ? അതെ അതെ. യെസ്, ഇത്തവണ ഗോൾഡ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതെ. എന്തായാലും അക്ഷയ തൃതീയക്ക് ഗോൾഡ് ഒക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? അയ്യോ ഇല്ല. ഇല്ല. കാശൊന്നും ഇല്ല. അതിന് ഗോൾഡ് വാങ്ങാനുള്ള കാശൊന്നും ഇല്ല. ഗോൾഡിന്റെ വിലയല്ലേ? അതെ. എന്നാലും ചെറുതായിട്ടൊക്കെ സേവ് ചെയ്ത് വെച്ച് വാങ്ങിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ കൊച്ചു കൊച്ചു ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വാങ്ങിക്കാം. എപ്പോഴും അസറ്റ് ആണല്ലോ. എന്തായാലും ഇന്ന് നമുക്ക് സ്വർണം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ. ഏതാണ് നമ്പർ? 55. 55 55 നോക്കാം. 55 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല ചേച്ചി. സാരമില്ല. ഓക്കെ ചേച്ചി, താങ്ക് യു. അങ്ങനെ പുഷ്പകുമാരി ചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ എവിടെയാണ് എന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. മേ ബി നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതിൽ വല്ല സ്വർണ്ണമൊക്കെ കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ട് അവിടെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ജസ്റ്റ് വിളിച്ചറിയാലോ ഇതിലുണ്ടോ, ഇതിൽ കിട്ടുമോ, നിങ്ങൾക്കാണോ ഈ ലക്കെന്നൊക്കെ. മേ ബി ഇന്ന് ഫസ്റ്റ് വിന്നർ ആവേണ്ട ആളായിരിക്കും നോക്കി ഇങ്ങനെ മടിച്ചിരിക്കുന്നത്. അപ്പോൾ കമോൺ വിളിക്കൂ, വിളിച്ച് പങ്കെടുക്കൂ. ഇനി എന്തായാലും ഇപ്പോൾ നമ്മൾ 1 2 3 4 5 ബോക്സ് ഇതിനോടകം തുറന്നു. അതിലൊന്നും നമ്മൾ ഗോൾഡ് കണ്ടിട്ടില്ല. എന്തായാലും 11 to 70 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവിടെ എവിടെയോ ഉണ്ട്. നിങ്ങൾ കുറച്ച് വയസ്സായിട്ട് ചൂസ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സ്പെഷ്യൽ ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ അതിലുണ്ടാവും എന്ന് തോന്നിയൊരു നമ്പർ ആയിരിക്കാം. ഏതാണെന്നുണ്ടെങ്കിലും വിളിച്ച് ചൂസ് ചെയ്യുക. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, നമസ്കാരം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? കോഴിക്കോട് നിന്ന് രേണുക. രേണുക, ഓക്കെ. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? മോളും ഹസ്ബൻഡും. ആഹാ. മോൾ എന്താ ചെയ്യുന്നേ? മോള് 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ ഇപ്പൊ വെക്കേഷൻ അല്ലേ? അതെ. അപ്പൊ ഫുൾ ടൈം ഉണ്ട് ആള് കൂടെ? വെക്കേഷൻ ടൈമിൽ ഹെൽപ്പ് ചെയ്യോ വീട്ടില്? കുറച്ചൊക്കെ. എന്തോ? പാത്രം കഴുകിയൊക്കെ തരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഏതാണ് നമ്പർ ചേച്ചി ചൂസ് ചെയ്തത്? 69 അല്ലേ? 69. ഓക്കെ, 69 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 69 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. സോറി, അതാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ടാറ്റാ. അപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫാസ്റ്റ് ആയിട്ട് അടുത്ത കോളറിലോട്ട് പോയാലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഗിരിജ. എവിടുന്നാ? കൊല്ലം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ഗിരിജ ചേച്ചിയാണോ? ആണോ? വിളിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ചേച്ചിക്കാണോ ലാസ്റ്റ് ടൈം ഗോൾഡ് അടിച്ചത്? ഇല്ല, അത് വേറൊരു ഗിരിജ. അത് വേറെ ഗിരിജ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മോൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ജോലിക്ക് പോയി. മോൻ എന്താ ചെയ്യുന്നേ? ഒന്നില് പഠിക്കാണ്. കുഞ്ഞൻ 1ലോട്ടാണല്ലേ? അല്ല, ഇനി 2. എന്താ പേര് മോന്റെ? അശോക് ചക്രവർത്തി അടുത്തുണ്ടോ? ഉണ്ട്. അവിടെ ശബ്ദം കേൾക്കാലോ.
വെക്കേഷൻ എന്താണ് പരിപാടി അശോകിന്റെ? കേട്ടില്ല. വെക്കേഷൻ എന്താണ് പരിപാടി അശോകിന്റെ? ഓ എങ്ങും പോകുന്നില്ല, വീട്ടിലിരിപ്പാ. വീട്ടിലിരിപ്പാണ്, നല്ല പണിയല്ലേ? ഓക്കെ യെസ്. ഏതാണ് നമ്പർ ചേച്ചി? 32. 32. ഓക്കെ, 32-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ 32 ഗോൾഡ് ഉണ്ടോ? നെഹി നെഹി. ഇനി വാട്സപ്പിലൂടെ അയക്കട്ടോ, ട്രൈ ചെയ്യണം. ഓക്കെ ചേച്ചാ. ഇതുവരെ വിളിച്ചവരൊന്നും വിഷമിക്കണ്ട, നിങ്ങൾക്ക് വാട്സപ്പിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. 8086011443 എന്ന നമ്പറിലോട്ടെ. ഓക്കെ, ആ നമ്പറിലോട്ട് നിങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കുക. എന്തായാലും നമ്മുടെ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ് മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. ധാരാണ്? ഹലോ ഹായ് നമസ്കാരം. മിണ്ടുന്നില്ല, കോളറില്ലേ? എവിടെ പോയി? ഹലോ, എനിക്കൊന്ന് കോള് കട്ടായി പോയോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ കോള് കട്ടായാലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വാട്സപ്പിലോട്ട് അയക്കാം. നേരത്തെ പറഞ്ഞ പോലെ 8086011443 എന്ന നമ്പറിലോട്ട് അയച്ചാൽ മതി. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. അതുപോലെ തന്നെ 12:45 വരെ മാത്രമേ നമ്മുടെ ഈ ഒരു വാട്സപ്പിലെ പരിപാടിയുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അത് ചെക്ക് ചെയ്യാനുള്ള ടൈം വേണം. അപ്പോൾ ആ ടൈം വരെ മാത്രം അയക്കാം. എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്കിലോട്ട് പോവാം. ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പേഴ്സിൽ നിന്ന് ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഞാനത് തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇതുവരെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് പേര് വിളിച്ചു, ബോക്സ് തുറന്നു, പക്ഷെ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. എന്തായാലും മൾട്ടിപ്പിൾ ബോക്സുകളിൽ സ്വർണ്ണമുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിലേ ഉള്ളൂ എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തായാലും നമ്മുടെ ഈ സ്വർണ്ണവർഷത്തെ പറ്റി പറയുമ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഓർണമെൻറ്റ്സിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഒരു നെക്ലസ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് അല്ലേ? നല്ല ഡിസൈനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇയറിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഇയറിംഗ് ആണ്. അതിൻ്റെ ഒരു മാച്ച് സെറ്റാണ്. അതുപോലെ ഈ ഒരു ബാംഗിൾ നോക്കിയേ, ഇത് രസമല്ലേ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ എന്തെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിലെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ അവരോടൊപ്പം തന്നെ അക്ഷയ തൃതീയയായിട്ട് ഒരുപാട് ഓഫേഴ്സും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ വരുന്ന 30th പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഗുണമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും യെസ്, നമ്മുടെ ബാക്ക് ടു ഷോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോയാലോ. ഹലോ ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? മിണ്ടുന്നില്ലല്ലോ, നേരത്തെയും ഇതേപോലെ ആയിരുന്നല്ലോ. ഹലോ ഹലോ, ഇതാരാണ്? കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? കേൾക്കുന്നുണ്ട്. ഹലോ, ഇതാരാണ്? തമ്പി, പുനലൂരിൽ നിന്ന്. പുനലൂരിൽ നിന്ന് തമ്പി. ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയാവോ? ടി വിയുടെ വോളിയം കുറച്ചിട്ട് ഞാൻ പറയുന്ന മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുമോ ഫോണിൽ? ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിലേ വരുന്നത്. ഫോണിൽ തന്നെ ശ്രദ്ധിക്കോ ചേട്ടാ? ഓക്കെ 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 ചേട്ടാ, പുനലൂരിൽ നിന്നാ അല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
വീട്ടില് ഭാര്യയുണ്ട്, മകളുണ്ട്, ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു വയസ്സുള്ള എന്തോ 1 വയസ്സുള്ള ഒരു മോനുണ്ട്. ആണോ? മകളുടെ കുഞ്ഞാണോ? ആ മകളുടെ കുഞ്ഞ്. ആഹാ, എന്താ പേര് കുഞ്ഞിന്റെ? ജെർമിയ. 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 ജെർമിയ, അടിപൊളി പേരാണല്ലോ. വീട്ടിലെന്താ വിളിക്കുന്നേ? ആ പേര് തന്നെ വിളിക്കുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റിൽ ജെർമിയ ചാക്കോ എന്നാ. ആഹാ, വീട്ടിലും ജെർമിയ തന്നെയാണ് വിളിക്കുന്നത് അല്ലേ? അതെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്പർ സെലക്ട് ചെയ്തോ ചേട്ടാ? സെലക്ട് ചെയ്തു. ഏതാണ് നമ്പർ? 52. 52. 52. ഓക്കെ, 52-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 52-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. ഓക്കെ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും വിളിക്കണേ. ഓക്കെ ഓക്കെ ചേട്ടാ. ഓക്കെ, ടാറ്റാ. ഓക്കെ, തമ്പി ചേട്ടനും കിട്ടിയിട്ടില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പൊത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവിഷയത്തിലേക്ക് സ്വാഗതം. ധാരാണ്? രാമചന്ദ്രനാണ്, പന്തളം. പന്തളത്ത് നിന്ന് രാമചന്ദ്രൻ. ഓക്കെ ചേട്ടാ, വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടിൽ ഞാനും വൈഫേ ഉള്ളൂ. ഇനി മുന്നേ ഇടയ്ക്ക് വിളിക്കാറുള്ള ചേട്ടനല്ലേ പന്തളത്ത് നിന്ന്? അല്ലാതെ പണ്ടായിരുന്നു വിളിച്ചോണ്ടിരുന്നത്, പിന്നെ കിട്ടാറില്ലായിരുന്നു നമ്പർ. ആണോ? ഓക്കെ ഓക്കെ, ഇത്തവണ കിട്ടിയല്ലോ. ഇത്തവണ നമുക്ക് നോക്കാം സ്വർണം കിട്ടുമോന്ന്. ഏതാണ് നമ്പർ? 51. 51. ഓക്കെ, തൊട്ട് മുന്നേ എനിക്കൊന്ന് 52 ഒരാളെടുത്തു. ഇനിയിപ്പോൾ 51 നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ നോക്കാം. 51-ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്, അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം ലക്ക് ഉണ്ടാവട്ടെ. ഓക്കെ ഏട്ടാ, ടാറ്റാ, ബൈ. അപ്പോൾ നമ്മുടെ രാമചന്ദ്രൻ ചേട്ടന് ഗോൾഡ് കിട്ടിയിട്ടില്ല. കമോൺ, ഇന്ന് ആർക്കാണ് സ്വർണം കിട്ടാൻ പോകുന്നത്? ആർക്കൊക്കെയാണ്? അപ്പോൾ അതിൽ ആദ്യത്തെ വിന്നർ എപ്പോഴും ഒരു വെയിറ്റിംഗ് ആണല്ലേ നമുക്ക്. പിന്നെ ഒരു വിന്നർക്ക് ആയി കഴിയുമ്പോൾ പതുക്കെ അടുത്ത വിന്നേഴ്സും ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം വിന്നർ ആദ്യത്തെ ആരാണെന്ന്. നെക്സ്റ്റ് കോളർ വിന്നർ ആകുമെന്നൊക്കെ നോക്കാം. അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഗിരിജ ചേച്ചി. എന്റെ ശബ്ദം എനിക്ക് അവിടെ നന്നായിട്ട് കേൾക്കാം. ചേച്ചി ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചേ. കുറച്ചു. ഓക്കെ, ഗിരിജ ഇടയ്ക്ക് വിളിക്കാറുള്ള ഗിരിജ ചേച്ചിയാണോ? അതെ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്വർണ്ണം സ്വർണം കിട്ടി. നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന അല്ലേ ഗിരിജ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത്തവണ സ്വർണം കിട്ടുമോ നമുക്ക് നോക്കാം അല്ലേ? അതെ, ഏതാണ് നമ്പർ? 21. ഓക്കെ, 21-ൽ ഗോൾഡ് ഉണ്ടോ നോക്കാം. കഴിഞ്ഞ തവണ ഗോൾഡ് കിട്ടിയ ആളാണ്. ഇത്തവണ ഭാഗ്യമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ 21-ൽ? അയ്യോ ഇല്ല. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ ഓക്കെ, ബൈ, ടാറ്റാ. ഓക്കെ, ഗിരിജയ്ക്ക് ലാസ്റ്റ് ടൈം കിട്ടിയ ആളാണ്. ഇത്തവണ കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം നെക്സ്റ്റ് ടൈം കിട്ടുമോന്ന് അല്ലേ. ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇടയ്ക്ക് കിട്ടില്ല, ഇടയ്ക്ക് കിട്ടും. പക്ഷേ നമ്മൾ ലക്ക് പരീക്ഷിക്കാതിരിക്കാതെ. കാര്യം ഒരൊറ്റ കോൾ അകലെയാണ് നമ്മുടെ ഈ ഒരു പരീക്ഷണം എന്ന് പറയുന്നത്. വേറെ ഒന്നും വേണ്ട, വേറെ ഒരു എഫേർട്ടും ഇല്ല. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ക്രിസ്റ്റീന. എവിടുന്നാ വിളിക്കുന്നത് ക്രിസ്റ്റീന? എവിടുന്നാ? ഏറ്റുമാനൂർ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാനും എന്റെ മകനും മാത്രമേ ഉള്ളൂ. ആഹാ, മകൻ എന്ത് ചെയ്യുന്നു? മകൻ ബികോം പരീക്ഷ എഴുതിയിരിക്കണേ, ഫൈനൽ ഇയർ. ബികോം പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു റിസൾട്ടിന് അല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് എന്താണ് സൺഡേ പരിപാടി? സ്പെഷ്യൽ എന്താണ്? സൺഡേ സ്പെഷ്യൽ എന്താണ്? മനസ്സിലായില്ല പറഞ്ഞത്. സൺഡേ ഉച്ചയ്ക്ക് എന്താണ് ചേച്ചി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്? സൺഡേ കഴിഞ്ഞിരിക്കണോണ്ട് അങ്ങനെ അന്ന് ആഘോഷിച്ചതുകൊണ്ട് ഇന്ന് വലിയ സെലിബ്രേഷൻ ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ, ഏതാണ് നമ്പർ ചേച്ചി? നമ്പർ 66. 66 അല്ലേ? ഓക്കെ, നോക്കാം. 66-ല് ഗോൾഡ് ഉണ്ടോ ക്രിസ്റ്റീന ചേച്ചിക്കെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. 66-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല.
സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ, സാരില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. വിളിക്കാം. ആ. ഓക്കെ ടാറ്റാ, താങ്ക് യു, ബൈ. ഓക്കെ, ക്രിസ്റ്റീന ചേച്ചിക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. അപ്പം കിട്ടാത്തവരൊന്നും വിഷമിക്കരുത്, നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഫോണിലൂടെ മാത്രമല്ല വാട്സപ്പിലും ഉണ്ട് ചാൻസ്. 8086011443 എന്ന നമ്പറിൽ നിങ്ങൾ അയച്ചാൽ മതി. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. ആ നമ്പറിൽ ഒറ്റ തവണ മാത്രമേ അയക്കാനും പാടുള്ളൂ, അതിൽ കോളും ചെയ്യരുത്. അതൊരു മണ്ടത്തരമാണ്. ഓക്കെ, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹലോ, നമസ്കാരം. താരാണ്? ഞാൻ രമ്യ എന്ന പേര്. രമ്യ. ഓക്കെ രമ്യ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? പാലക്കാട്. പാലക്കാട് നിന്നാണ്. ഇടയ്ക്ക് ഇതിനു മുന്നേ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അല്ല, വിളിച്ചിട്ടേ ഇല്ല. കിട്ടിയിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് കണക്ട് ആവുന്നത്. അതെ അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് 2 മക്കളും ഉണ്ട്, ഒരു മകനും ഉണ്ട്. 3 പേരുണ്ടല്ലേ? അമ്മ, അച്ഛൻ. അല്ലേ, 3 പേരാണോ? അതെ അതെ. മക്കള് എന്തൊക്കെ ചെയ്യുന്നു? മക്കള് അവര് 2 കുട്ടികൾ 9ൽ പഠിക്കുന്നു. ആ, ഇപ്പൊ മൂന്നാമത്തെ മകൻ 5ലേക്ക്. 5ല് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ വെക്കേഷൻ ആണല്ലോ 3 പേർക്കും. എന്താണ് 3 പേരും കൂടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വെക്കേഷന്? അയ്യോ, വീട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള അടിക്കും. ബഹളം, ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വേണം അല്ലേ? അതെ അതെ. മൊത്തത്തിൽ തിരക്കാണ് അപ്പൊ ചേച്ചിക്ക്. അതെ അതെ. സ്കൂളൊന്ന് തുറന്നാ മതി അല്ലേ? അതെ അതെ. 3 പേരും ഒരേ സ്കൂളിലാണോ? അതെ അതെ, ഒരേ സ്കൂളിലാണ്. ഓക്കെ, ഏതാണ് നമ്പർ ചേച്ചി? നമ്പർ 50. 50 അല്ലേ? ഓക്കെ, 5050. ഓക്കെ, 50ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ 50ൽ? ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് അയ്യോ ഇല്ല കേട്ടോ. ഓ ശരി. ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി, ബൈ. ഓ ശരി. ഓക്കെ, ബൈ. അപ്പോൾ ഗോൾഡ് ഇതുവരെ ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന ഒരു സത്യം. എങ്കിലും ഇനി കിട്ടുമല്ലോ എന്നുള്ളതാണ് സന്തോഷം. അപ്പോൾ ഇനി വിളിക്കുന്നവർക്ക് ചാൻസ് കൂടുതലാണ് ഗൈസ്. ഇതുവരെ ഒരാൾക്ക് പോലും ഗോൾഡ് പോയിട്ടില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തേ സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. താരാണ്? ഞാൻ ഗിരിജ. ഗിരിജ. തൊട്ട് മുന്നേ വിളിച്ച ഗിരിജയാണോ? അല്ല അല്ല അല്ല. ഓ, ഇന്ന് 3ാമത്തെ ഗിരിജയാ വിളിക്കുന്നത്, അറിയോ? എത്ര ഗിരിജമാരുണ്ട് അപ്പോ? ഓക്കെ, അപ്പൊ ചേച്ചി ഏതാണ് നമ്പർ? 26. ആ ഓക്കെ, നമ്മുടെ ബോക്സ് തുറക്കുന്നതിന് മുന്നേ എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? സ്ഥലം എവിടെയാ? ഇത് ഗുരുവായൂർ അടുത്തുനിന്ന്, ചൂണ്ടൽ. ഗുരുവായൂരിന് അടുത്തുനിന്ന്. ഇതിനു മുന്നേ ചേച്ചി എപ്പോഴെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. സ്വർണം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ചെറിയമ്മയുണ്ട്. 3 പേരല്ലേ? മാത്രമേ ഉള്ളൂ. നിങ്ങൾ 3 പേര്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ? 26 അല്ലേ? 26. ഓക്കെ, 26ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 26 ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അല്ലേ ഒറ്റയ്ക്ക്. ഗോൾഡ് ഉണ്ടോ? ഇനി നോക്കട്ടെ. ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല മാഡം. ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാലോ. അതാണ്. ഇനിയും വിളിക്കണം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പിരിറ്റ് തന്നെ വേണം എപ്പോഴും. നമ്മൾ ഒരു തവണ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാം. അതല്ലേ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. താരാണ്? ആലപ്പുഴയിൽ ശ്രീരഞ്ജിനി ചേച്ചി ആയിരിക്കും അല്ലേ? ആലപ്പുഴ എന്ന് പറയുമ്പോ ഇപ്പൊ എനിക്ക് ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം. കഴിഞ്ഞ തവണ ഗോൾഡ് കിട്ടിയല്ലേ ചേച്ചി? കഴിഞ്ഞ തവണ ഗോൾഡ് കിട്ടിയില്ലേ? ചേട്ടന് കിട്ടി. ഓക്കെ ഓക്കെ, ഇത്തവണ ഗോൾഡ് കിട്ടുമോ നമുക്ക് നോക്കാം. ഏതാണ് നമ്പർ? എന്തോ? ഇതുവരെ ആർക്കും കിട്ടിയില്ലല്ലോ. ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അതെ, നമ്മൾ കൊറേ തുറന്നു. എന്തോ? ഞാൻ തുടങ്ങി വെക്കാം. നോക്കാം. ഈ നമ്പറിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഏതാണ്? ഞാൻ ഒരു 12 പറയാം. 12. ഓക്കെ, 12ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 12ലാണോ ഇനി ഗോൾഡ്? നോക്കട്ടെ. അയ്യോ ഇല്ല.
ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും. അതെ അതെ. ഓക്കെ ഓക്കെ, ശരി ചേച്ചി, ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. നമ്മുടെ സ്ഥിരം കോളേഴ്സ് ആണ് ശ്രീരഞ്ജൻ ചേച്ചി, അതുപോലെ തന്നെ വേണുഗോപാൽ ചേട്ടനും മാറി മാറി വിളിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ സ്വർണ്ണം കിട്ടാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണ്ണം അടിച്ചിരിക്കുന്ന അവർക്കാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു അവാർഡ് വരെ വേണമെങ്കിൽ കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തവണ കിട്ടിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ ഹലോ, ഇതാരാണ്? മോഹനൻ പിള്ള. മോഹനൻ പിള്ള. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നത് ചേട്ടൻ? ആ, കൊല്ലം. കൊല്ലം. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? കൊല്ലത്ത് വീട്ടിൽ എന്റെ ഭാര്യയുണ്ട്, മോളുണ്ട്, കൊച്ചുമോനുണ്ട്. കൊച്ചുമോനുണ്ട്. കൊച്ചുമോൻ എത്രയായി? ആ, കൊച്ചുമോൻ 20 വയസ്സുണ്ട്. കൊച്ചുമോൻ 20 വയസ്സുണ്ട്. ആ, ആഹാ, അടിപൊളി. ചേട്ടൻ എന്തായിരുന്നു പണ്ട് ജോലിയൊക്കെ ചെയ്തിരുന്നേ? എനിക്ക് നിർമ്മാണ തൊഴിലായിരുന്നു. ആഹാ, ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാരും ഉണ്ടോ വീട്ടില് സൺഡേ ആയിട്ട്? ആ, അവിടെ എല്ലാരും ഉണ്ട്. ഉണ്ട്. ആര് പറഞ്ഞിട്ടാ വിളിക്കുന്നത്? ചേട്ടന് സ്വയം തോന്നി വിളിച്ചതാണോ? ഞാൻ ഇതിനു മുമ്പ് വിളിക്കുമായിരുന്നു, അന്നൊന്നും കിട്ടിയില്ല. ഇടക്കാലം വെച്ച് പിന്നെ വിളിക്കാതിരുന്നു. ആണല്ലേ? ഇന്ന് വീണ്ടും പരീക്ഷിക്കാൻ ചേട്ടൻ വെച്ചു അല്ലേ? പിന്നെ ഇന്ന് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ആണല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ തവണ? നമ്പർ 33. 33 അല്ലേ? 33ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ 33ൽ? ഗോൾഡ് 33ലുണ്ടോ? അയ്യോ, ഇല്ല ഇല്ല കേട്ടോ. ഗോൾഡ് ഗോൾഡ് കിട്ടിയില്ല. സാരമില്ല ചേട്ടാ, ഇനിയും വിളിക്കണം, പക്ഷെ ട്രൈ ചെയ്യുന്ന നിർത്തരുത്. ഓക്കെ ഓക്കെ ചേട്ടാ, ഓക്കെ, ടാറ്റ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു, കിട്ടിയില്ല, അതുകൊണ്ട് ട്രൈ ചെയ്തില്ല. ഇപ്പോഴാ ട്രൈ ചെയ്തതെന്നൊക്കെ പറയുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാം 8086011443 എന്ന നമ്പറിൽ അയച്ചാൽ മതി. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? ഞാൻ പൂജപ്പുരയിൽ നിന്ന് സുനിത. സുനിത അല്ലേ? തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന്. എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഹസ്ബൻഡ്, മോനും മോളും. മോനും മോളും ഒക്കെ എത്രാം ക്ലാസ്സിലൊക്കെയാ? അല്ല, മോള് കല്യാണം കഴിഞ്ഞു. മോൻ ഒരു റെഡിമെയ്ഡ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യാണ് അല്ലേ? രണ്ടുപേരും വർക്ക് ചെയ്യാൻ. ഇപ്പൊ സൺഡേ ആയിട്ടുണ്ടോ എല്ലാരും വീട്ടില്? ഇല്ല, സൺഡേ ആയിട്ട് ഇന്ന് വർക്കുണ്ട്. ഹസ്ബൻഡും മോനും പോയി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? നമ്പർ 59. 59 അല്ലേ? 59ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നോക്കട്ടെ. 59ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്. അയ്യോ, ഇല്ല കേട്ടോ. ഓക്കെ, സാരമില്ല, അതാണ്. നെക്സ്റ്റ് ടൈം കിട്ടും. താങ്ക് യു, ടാറ്റാ. അപ്പോൾ 59ലും ഗോൾഡ് ഇല്ല. ഇനിയിപ്പോൾ ഏതിലൊക്കെയാ ഉള്ളതല്ലേ? ആകെ മൊത്തം കൺഫ്യൂസ്ഡാ അല്ലേ? അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വിളിച്ച് ഒരു ചില നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് ഉള്ള പോലെ തോന്നും. ആ നമ്പർ അങ്ങ് വിളിച്ച് പറയാം കേട്ടോ. എന്നാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സജീവ് എന്നാണ്. സജീവ്, അതെ. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ തിരുവനന്തപുരത്ത് പേയാടെന്നാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്. എന്താ ചെയ്യുന്നത്? ഞാന് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യണം. വൈഫോ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. മകളോ? ഹലോ, മകള് പഠിക്കുകയാണ്. എത്രാം ക്ലാസ്സിലാണ്? അടുത്ത 2ലാണ്. അടുത്ത 2ാം ക്ലാസ്സിലേ ആവുന്നുള്ളൂ. എന്താണ് പേര്? അനഘമോൾ. ഓക്കെ, വീട്ടിലും അനഘമോൾ എന്നാണോ വിളിക്കുന്നത്? ഏതാണ്? അനഘമോൾ തന്നെയാണോ വീട്ടിലും വിളിക്കുന്നത്? അനുമോൾ എന്നാണ് വിളിക്കുന്നത്. കോഴിയുണ്ടോ വീട്ടിൽ? കോഴിയുണ്ടോ വീട്ടിൽ? കോഴിയുണ്ടോ? കോഴിയുടെ സൗണ്ട് ഇവിടെ കേൾക്കാം. ഒരുപാട് കോഴിയുണ്ടോ? ഒരു 10-12 ഉണ്ട്. ആണോ? പുറത്ത് കൊടുക്കോ അതോ വീട്ടിലത്തേക്ക് മാത്രമാണോ?
ഇല്ല വീട്ടില് വളർത്തണതാണ്. വീട്ടിൽ അല്ല, ഈ മുട്ടയൊക്കെ വീട്ടിലത്തേക്ക് മാത്രമാണോ? അല്ല, അത് അമ്മ ആണ് വളർത്തണത്. അമ്മ പുറത്തൊക്കെ കൊടുക്കും, അടുത്തുള്ളവരൊക്കെ ചോദിക്കുമ്പോ കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ ഇത് എടുത്തേക്കുന്നേ? നമ്പർ 18. 18. ഓക്കെ, 18 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 18 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്, അയ്യോ ഇല്ലല്ലോ, ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. അപ്പോൾ കിട്ടിയിട്ടില്ല, ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി വിളിക്കുന്നവർക്ക് ചാൻസ് കൂടുതലാണ്, പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നന്നായിട്ട് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് നമുക്കൊരു ഫസ്റ്റ് വിന്നറിനെ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ. ആദ്യം തന്നെ ആ ടി വിയുടെ വോളിയം നന്നായിട്ടൊന്ന് കുറയ്ക്കോ. കുറച്ചു. ഓക്കെ, ഇതാരാണ്? രേവതി കൃഷ്ണ. രേവതി കൃഷ്ണ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? നെടുമങ്ങാട്. നെടുമങ്ങാട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള രേവതി അല്ലേ? ഓ തന്നെ. ആണ്. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? കോളേജിലാണോ? +1. ഓക്കെ. +1 +1 കഴിഞ്ഞ് ഇപ്പം വെക്കേഷൻ. ഇനി +2 അല്ലേ? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. റിസൾട്ട് വന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, വെക്കേഷൻ എന്താണ് പരിപാടി? അങ്ങനൊന്നുമില്ല, ഒരു പരിപാടി ഇല്ല. എന്തായാലും ഇപ്പൊ അങ്ങ് എൻജോയ് ചെയ്തിട്ട് +2 തുടങ്ങുമ്പോ അങ്ങ് പഠിക്കാം അല്ലേ? മാക്സിമം ഫ്രീ. അപ്പൊ ഫുൾ ടൈം എന്താ ചെയ്യും? ഉറങ്ങുവോ? TV കാണുവോ? എന്താണ് പരിപാടി? TV കാണും. കുറച്ച് കഴിയുമ്പോ മടുക്കത്തില്ലേ? മടുക്കില്ല അല്ലേ? എത്ര വേണേലും കാണാൻ പറ്റും. അമ്മയെ സഹായിക്കോ? എന്തൊക്കെ ചെയ്യും? എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു. എന്നാലും ചുമ്മാ അറിയാൻ വേണ്ടിട്ടാ, എന്തൊക്കെ ചെയ്യും? കുക്ക് ചെയ്യാനൊക്കെ അറിയാവോ? അറിയാം. കുക്കിങ്ങിനൊക്കെ സഹായിക്കും അപ്പൊ? ഓക്കെ. അപ്പൊ കിടിലാണ്. ഏതാണ് നമ്പർ? 47. ഓക്കെ, 47 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 47 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്, അയ്യോ ഇല്ല, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെടാ, ടാറ്റാ. രേവതി കൃഷ്ണയ്ക്കും ഗോൾഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് കോളറിന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഹലോ. പൂത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ദൃശ്യ. എവിടുന്നാ വിളിക്കുന്നേ? ട്രിവാൻഡ്രത്ത്. എവിടെയാണ്? ട്രിവാൻഡ്രത്ത് എവിടെയാ? മുട്ടട. ഓക്കെ. ദൃശ്യ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ +2 കഴിഞ്ഞ് നിൽക്കുക. +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാ അല്ലേ? അല്ല, അത് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിലാണ്. ഇപ്പൊ എൻട്രൻസ് കോച്ചിങ്ങിലാണ്? അതായത് 1 ഇയർ കോച്ചിങ്ങിന് പോവാന്നാണോ? അതെ. ഓക്കെ. ചേർന്നോ? മെയിൽ എക്സാം ആണ്. ഓക്കെ. യെസ്. അപ്പോ പഠിച്ചോണ്ടിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ട്? ഇച്ചിരി ഡിഫിക്കൽട്ട് ആണല്ലേ? ഓക്കെ. എന്തായാലും പഠിത്തമൊക്കെ കുറച്ചൊക്കെ എത്തിയോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓക്കെ. ഏതാണ് നമ്പർ? 40. 40. ഓക്കെ, 40 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 40 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കട്ടെ. 40 ഗോൾഡ് ഉണ്ടോ? യോ നെഹി ഇല്ല കേട്ടോ. അവിടെ അമ്മയാണോ ആരോ പറയുന്നുണ്ട് വേറെ ഏതോ നമ്പർ മതിയായിരുന്നു എന്നൊക്കെ. എന്തായാലും സാരമില്ല, നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ആ നമ്പറൊക്കെ പറയാൻ പറ്റട്ടെ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സുലോചന. എവിടുന്നാ വിളിക്കുന്നേ?
ട്രിവാൻഡ്രം പേയാട്. പേയാട്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിലിപ്പോ ഞാനും ഹസ്ബൻഡ് മാത്രം. മക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. പിന്നെ എന്റെ മോനുണ്ട് ശ്രീദേവ്, അവനൊരു ഹായ് പറയണേ. ശ്രീദേവ് അല്ലേ? എത്രയായി ശ്രീദേവ്? 1ാം ക്ലാസ്സില്. 1ാം ക്ലാസ്സില്. ശ്രീദേവ് ഹലോ ഹായ്. ഇവിടെ ഇല്ല, അവരുടെ വീട്ടില്. അവരുടെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ അല്ലേ ശ്രീദേവ്? അതെ. ഓക്കെ, അപ്പോ നോർമലി വീക്കെൻഡ്സിന് വരാറുണ്ടോ? വരും, ഇന്ന് ചിലപ്പം വരും. ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണ് കെട്ടിച്ചത്. അടുത്ത് തന്നെയാണ്. ഓക്കെ ഓക്കെ, ഏതാണ് നമ്പർ? 36. 36 അല്ലേ? ഓക്കെ, 36 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാവേ. ഓക്കെ, 36 ഗോൾഡ് ഉണ്ടോ? ഓക്കെ, നോക്കാം. 36 ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. ഓപ്പൺ ചെയ്യാണ്. ഉപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നെഹി ഇല്ല, സാരില്ല. അതെ അതെ, യെസ്, താങ്ക് യു, ടാറ്റാ. അപ്പോൾ നമ്മളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിളിക്കുന്നവരൊക്കെ ആഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഗോൾഡ് ഇരിക്കുന്ന ബോക്സ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആർക്കും. ഒറ്റ ബോക്സ് മാത്രമല്ല, ഒരുപാട് ബോക്സുകളിലുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ല. കമ്മോൺ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണാവശ്യത്തിലേക്ക് സ്വാഗതം. ധാരാണ്? കിളിമാനൂരിൽ നിന്ന് ശോഭ. ശോഭ, ഓക്കെ. എവിടുന്ന? കിളിമാനൂരിൽ നിന്നല്ലേ? വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടില് ഞാനും ഹസ്ബൻഡ്. ആഹാ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നു. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഏതാണ് നമ്പർ? 31. സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇന്ന് വീട്ടിൽ? ഇല്ല ഇല്ല, അങ്ങനെ ഇല്ല. ഇല്ല. ഇന്ന് എവിടെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടോ? സിനിമയൊക്കെ കാണാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, ഇല്ല, ഒരു പ്ലാനും ഇല്ല. ഫുൾ ടൈം റെസ്റ്റ് തന്നെയാണ്. 31 ആണോ നമ്പർ? അതെ അതെ, 31. ഓക്കെ, നമുക്ക് നോക്കാം. 31 ഗോൾഡ് ഉണ്ടോ നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ 31? അയ്യോ ഇല്ലല്ലോ. സാരല്ല. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഗോൾഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക ആക്രാന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നെക്സ്റ്റ് കോളിലോട്ട് നമുക്ക് പോവാം. ഹലോ നമസ്കാരം, ധാരാണ്? ഹലോ, എന്താണ് പേര്? അദിത് സഞ്ജു എന്നല്ലേ പേര്? എത്രാം ക്ലാസ്സിലാ അദിത് സഞ്ജു? 1ാം ക്ലാസ്സിൽ. ഇപ്പൊ വെക്കേഷൻ അല്ലേ? വെക്കേഷൻ എന്താ ചെയ്യുന്ന അദിത് സഞ്ജു? കളിക്കുന്നു. കളിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ അദിത് സഞ്ജുവിന്റെ കൂടെ? ഉണ്ടോ? ആരാ ഉള്ളത്? ചേച്ചിയുണ്ട്. ചേച്ചി എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ സെറ്റ് ആണല്ലേ? എപ്പോഴും കളിക്കും അല്ലേ? അദിത് സഞ്ജു എവിടുന്നാ വിളിക്കുന്നേ? കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, അദിത് സഞ്ജു നമ്പർ ചൂസ് ചെയ്തോ? 22. ഓക്കെ, അദിത് സഞ്ജു പാട്ട് പാടുവോ? അദിത് സഞ്ജു പാട്ട് പാടുവോ? ഇല്ലേ? ഷോ, എന്തായാലും 22 ഗോൾഡ് ഉണ്ടോ നമുക്കൊന്ന് നോക്കി കളയാം. ഓക്കെ, 22 നോക്കട്ടെ. ഓക്കെ, നോക്കാം. അദിത് സഞ്ജുവിന് ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ കിട്ടട്ടെ. താങ്ക് യു, ടാറ്റാ, ബൈ. അപ്പോൾ യെസ്, മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വാട്സപ്പിൽ അയക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വാട്സപ്പിൽ വിന്നർ ആരാന്ന് നോക്കുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷെ കോളിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാം. എന്തായാലും ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല,
തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഒരു വിന്നറിനെ പോലും കിട്ടിയിട്ടില്ല. ആരും കണ്ടുപിടിച്ചിട്ടില്ല എവിടെയൊക്കെയാണ് ഗോൾഡ് ഇരിക്കുന്നത് എന്ന്. ഇനി ചിലപ്പോൾ ഇനി വിളിക്കാൻ പോകുന്നവരായിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വാട്സപ്പിലൂടെ ആയിരിക്കും നമുക്ക് വിന്നേഴ്സിനെ കിട്ടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. പെട്ടെന്ന് വിളിച്ചിട്ട് ഇതിൽ നിന്ന് സ്വർണം കണ്ടെത്തൂ ഗൈസ്. അപ്പോൾ നമ്മുടെ കോളറിലോട്ട് പോയാലോ? ഹലോ, കട്ടായോ? ഹലോ, കട്ടായി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പെട്ടെന്ന് വിളിക്കുക. ഇനിയിപ്പോൾ ഒരു കുറച്ച് 50 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സേ നമുക്ക് ഉള്ളൂ. ആ സമയത്തിനകം നമുക്ക് വിന്നറിനെ കണ്ടെത്തണം. അപ്പോൾ പെട്ടെന്ന് വിളിക്കുക. അതുപോലെ വാട്സപ്പിൻ്റെ ടൈം കഴിഞ്ഞു. വാട്സപ്പിൽ ഇനി നിങ്ങൾ അയക്കേണ്ട. നിങ്ങൾക്ക് ആകെ ഉള്ളൊരു വഴി എന്ന് പറയുന്നത് ഫോണിലൂടെ വിളിച്ച് പങ്കെടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് പോയി, പക്ഷേ ഇനിയും ഒരുപാട് നമ്പേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആ നമ്പർ, ആ ബോക്സ് കണ്ടുപിടിക്കേണ്ടത്. ഗോൾഡാണ് അകത്തിരിക്കുന്നത്. സ്വർണ്ണമാണ് സമ്മാനം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതൊരു സ്വർണ്ണം ഇന്ന് കിട്ടാനുള്ളൊരു ചാൻസ് കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് ഇവിടെ വിളിക്കും, പങ്കെടുക്കും. എന്തായാലും നമ്മുടെ കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആദ്യം ചെയ്യേണ്ടത് ചേച്ചി ആ ടിവിയുടെ വോളിയം കുറയ്ക്കുക. കുറച്ചോ? കുറച്ചു. ഓക്കെ. എന്താണ് പേര്? കല. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ചേച്ചിയാണല്ലേ? അതെ, മരുതൻകുഴിയിൽ നിന്ന് നമ്മൾ കല ചേച്ചി വിളിക്കാറുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ചേച്ചി എന്തുണ്ട് വിശേഷം? വിശേഷം ഇപ്പൊ ഞങ്ങള് മുടിപ്പരയില് ഉത്സവം തുടങ്ങാറായി. മരുതൻകുഴി നമ്മുടെ ഉദയന്നൂർ ക്ഷേത്രത്തിലാണോ? അതെ. ഓ, ഉത്സവം തുടങ്ങാറായി. എൻ്റെ ഒക്കെ ഒരു സന്തോഷത്തിലാ അല്ലേ? അതെ, സന്തോഷം. ഉത്സവം തുടങ്ങുമ്പോ ഫുൾ ടൈം അവിടെ ചെന്ന് പരിപാടിയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. തൊട്ട് ബാക്കിലാണ് ഞങ്ങളെ വീട്. ആണല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണും അല്ലേ? ഒരു രസമാണല്ലേ ഉത്സവം തുടങ്ങുമ്പോ? അതെ. ഓക്കെ. അപ്പൊ ചേച്ചി ഏതാണ് നമ്പർ? നമ്പർ 29. 29 അല്ലേ? 29. ഓക്കെ, 29 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 29. ഓക്കെ, നോക്കട്ടെ 29 ഗോൾഡ് ഉണ്ടോ. അയ്യോ, ഇല്ലല്ലോ ചേച്ചി. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ചേച്ചി ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു കിട്ടുമോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ടി വിയുടെ വോളിയൊക്കെ കുറച്ചിങ്ങനെ നോക്കിയിരിക്കായിരുന്നു, പക്ഷെ കിട്ടിയില്ല. സാരമില്ല, നെക്സ്റ്റ് കോളറിന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഹലോ, നെക്സ്റ്റ് കോളർ ആവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഒന്ന് സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ശരത്. എവിടുന്നാ വിളിക്കുന്നേ? പത്തനംതിട്ട. ആഹാ, എന്താണ് ജോലി ചെയ്യാണോ പഠിക്കുകയാണോ? വർക്ക് ചെയ്യാണ്. ഇന്ന് അവധിയാ അല്ലേ? സൺഡേസ് നിങ്ങൾക്ക് അവധി കിട്ടാറുണ്ടോ? ഇടവിട്ട് കിട്ടും അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ അപ്പോൾ ആ വീക്ക് വേറെ ഏതെങ്കിലും ദിവസം എടുക്കാൻ പറ്റും അല്ലേ? ആഹാ, ഓക്കെ. അപ്പൊ ഇന്ന് എന്താണ് സൺഡേ പരിപാടി? വീട്ടിലാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിലാരൊക്കെ ഉള്ളത്? അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. ഓക്കെ, ചേച്ചി എന്താ ചെയ്യുന്നേ? കല്യാണം കഴിഞ്ഞു. ഇപ്പോ സൺഡേ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല, അവരുടെ വീട്ടിലാണ്. ഓക്കെ, ഏതാണ് നമ്പർ? എത്രയാ? 24. 24 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 24 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല. ഓക്കെ, സാരമില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആള് പൊതുവെ ഒരു സൈലന്റ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു, അധികം സംസാരിക്കുന്നില്ല. എന്തായാലും കിട്ടിയിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
എന്റെ പേര് സന്ധ്യ. സന്ധ്യ എവിടെ നിന്നാ വിളിക്കുന്നേ? തലശ്ശേരി. തലശ്ശേരിയിൽ നിന്ന് സന്ധ്യയാണ്. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം സന്ധ്യ? തലശ്ശേരി സുഖമായിട്ട് പോകുന്നു. ട്രൈ ചെയ്ത് ഇപ്പോഴാണ് കിട്ടിയത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. എന്താ ചെയ്യുന്ന സന്ധ്യ? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, ടീച്ചറായിരുന്നു. ചെറിയൊരു മോനുള്ളത് കാരണം ഇപ്പൊ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു ബ്രേക്ക് എടുത്തല്ലേ? മോൻ എത്രയായി? മോനിപ്പോ 3 വയസ്സ്. 3 വയസ്സായി. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പഠിപ്പിച്ചിരുന്നേ? ഞാൻ മലയാളമാണ്. മലയാളമാണ് പഠിപ്പിച്ചിരുന്നത്. ഇനിയിപ്പോ മോനെ ഒന്ന് സ്കൂളിൽ വിട്ടു തുടങ്ങുമ്പോ പോകണം അല്ലേ? ഇപ്പൊ അവന് അംഗനവാടി പോവാറായി. ഇപ്പൊ ഈ വർഷം നോക്കുന്നുണ്ട്. മോൻ എന്താ പേര് മോന്? മോന്റെ പേര് ഐറിൻ. ഒന്ന് ഹായ് പറയും മാം. ഐറിൻ ഹായ്. ഹായ് ഐറിൻ. എനിക്ക് കേൾക്കാൻ വയ്യല്ലോ ഐറിന്റെ ഹായ്. ഐറിക്കാണ്. ഐറിക്കാണോ? ഐറിക് അല്ലേ? ഹായ് ഐറിക്. സുഖാണോ ഐറിക്? സുഖാണ്. ഓക്കെ ഓക്കെ. കുഞ്ഞു ബേബിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നെന്താണ് സൺഡേ പരിപാടി? സൺഡേ ഇപ്പം എനിക്കിന്ന് എന്റെ വീട്ടിൽ പോണം. അതാണ് പരിപാടി ഇന്നത്തെ മെയിൻ അല്ലേ? ഓക്കെ, അടുത്ത് തന്നെയാണോ വീട്? അല്ലല്ല, ദൂരെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ? 60 പറഞ്ഞിരിക്കുന്നത്. 60 ആ സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് നിവർന്ന്. ആ 60 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 60 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് അയ്യോ ഇല്ല. സാരമില്ല. നെക്സ്റ്റ് ടൈം അതാ ഇനിയും വിളിക്കണം. ഓക്കെ, ബൈ. അപ്പോ കിട്ടിയിട്ടില്ല, ഇതുവരെ ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ്. സോ ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നത്? എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ടൊന്ന് പോയാലോ? ഓക്കെ, കോളിൻ്റെ ടൈം നമ്മുടെ കഴിഞ്ഞു പോയി ഗൈസേ. അപ്പോൾ ഇനി വിന്നേഴ്സ് എന്ന് പറയുന്നത് വാട്സപ്പിലൂടെയാണ്. അപ്പോൾ വാട്സപ്പിൽ വിന്നേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ? വാട്സപ്പിലെങ്കിലും ഉണ്ടോ? യെസ് ഉണ്ട്. 27 പറഞ്ഞിരിക്കുന്നത് ദേവനന്ദയാണ്. ദേവനന്ദ പറഞ്ഞിരിക്കുന്നത് 27 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എറണാകുളത്ത് നിന്നാണ് ദേവനന്ദ. ഓക്കെ, ലെറ്റ്സ് സീ 27 ദേവനന്ദയ്ക്ക് ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഇനിയും ഉണ്ട് വിന്നർ, ഇനിയും ഉണ്ട്. ട്രിവാൻഡ്രത്ത് നിന്നാണ് നമുക്ക് വിന്നർ. ട്രിവാൻഡ്രത്ത് നിന്നുള്ള വിന്നർ ശ്രുതിയാണ്. ശ്രുതി പറഞ്ഞിരിക്കുന്ന നമ്പർ എത്രയാണ്? 45 ആണ്. 45 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശ്രുതിക്ക് 45 ഗോൾഡ് ഉണ്ടോ? ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഇനി നെക്സ്റ്റ് വിന്നർ എന്ന് പറയുന്നത്, തേർഡ് വിന്നർ എന്ന് പറയുന്നത് സുനീഷാണ്. പട്ടാമ്പിയിൽ നിന്നുള്ള സുനീഷ് പറഞ്ഞിരിക്കുന്നത് 63 ആണ്. അപ്പൊ 63 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, നോക്കട്ടെ. 63 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അങ്ങനെ 3 വിന്നേഴ്സും ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വാട്സപ്പിൽ നിന്നാണ്. ഇന്ന് വാട്സപ്പിന്റെ ദിവസമായിരുന്നു അല്ലേ? അപ്പോൾ യെസ്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്, കോളും ചെയ്യാം വാട്സപ്പും ചെയ്യാം എന്നുള്ളത്. സാരമില്ല, എന്തായാലും ഇന്ന് കിട്ടിയല്ലോ. 3 പേർക്ക് കിട്ടി. അവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. കിട്ടാത്തവരൊന്നും തന്നെ വിഷമിക്കേണ്ട. നെക്സ്റ്റ് സൺഡേ വീണ്ടും സ്വർണ്ണവർഷം വരും. അന്ന് ഇതുപോലെ നിങ്ങൾക്ക് പങ്കെടുക്കാം, സ്വർണ്ണം നേടാം. അപ്പോൾ കീപ്പ് ഓൺ ട്രൈ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇന്നത്തേക്ക് പോവാണ്. അടുത്ത ദിവസം ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളും സ്വർണ്ണവും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുപിട്ടാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.